രാജ്യത്തെ ഓഹരി വിപണികൾ സർവകാല റെക്കോർഡിൽ. സെൻസെക്സ് 73,000 കടന്നു. വ്യാപാര തുടക്കത്തിൽ നിഫ്റ്റി 22,000 പോയിന്റ് മറികടന്നു. ബ്ലൂ ചിപ്പ് ഓഹരികളും ബാങ്ക് ധനകാര്യ ഓഹരികളും മികച്ച നിലയിൽ. മൂന്നാം പാദ ഫലങ്ങൾ വിപണിക്ക് തുണയായി. ഡോളറിനെതിരെ രൂപയ്ക്കും നേട്ടം. വ്യാപാര തുടക്കത്തിൽ 82 രൂപ 88 പൈസ എന്ന നിലയിൽ. അമേരിക്കൻ വിപണികളിലെ മാന്ദ്യം ഇന്ത്യൻ വിപണികളെ ബാധിച്ചില്ല. ക്രിസ്റ്റീന ചെറിയാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ക്രിസ്റ്റീന, ഇത്ര വലിയ ഓഹരി വിപണിയിലെ ഉയർച്ചയുടെ സാഹചര്യം എന്താണ്? വേണു, ഈ ഓഹരി വിപണികൾക്ക്, ഇന്ത്യൻ വിപണികൾക്ക് ഇന്ന് വളരെ തിളക്കമുള്ള ഒരു പ്രഭാതമായിരുന്നു. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ സെൻസെക്സ് 73,000 എന്ന പോയിന്റ് മറികടന്നു. നിഫ്റ്റി 22,000 എന്ന പോയിന്റ് മറികടന്നു. ഇതൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലായിരുന്നു. ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് ഈ 1000 പോയിന്റ് മറികടക്കുന്നത്. അത് നമുക്കറിയാം, വിപണിയിൽ ലക്ഷം കോടികളുടെ നേട്ടമാണ്, നിക്ഷേപകർക്കും അതേപോലത്തെ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നിഫ്റ്റി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വീണ്ടും 22,000 മുകളിൽ തന്നെയാണ് വ്യാപാരം നടക്കുന്നത്. 138 പോയിന്റ് ഉയർന്ന്. ഇനി നമ്മൾ ബാങ്കിങ് ധനകാര്യ ഓഹരികൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വലിയ തിളക്കമാണ് കാണുന്നത്. 302 പോയിന്റ് ഉയർന്ന് 48,012 ബാങ്കിങ് ഓഹരികൾ ഇപ്പോൾ വ്യാപാരം നടത്തുന്നത്. ഇനി നമ്മൾ സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സും 72,000 നിന്ന് 73,000 മാറാൻ ആഴ്ചകൾ മാത്രമാണ് എടുത്തത്. 546 പോയിന്റ് കൂടി 73,114 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഈ റാലിക്ക് ബേസ് എന്ന് പറയുന്നത് IT ഓഹരികളിലെ മുന്നേറ്റമാണ്. ഇപ്പോൾ HCL ടെക്നോളജീസും ഇൻഫോസിസും വിപ്രോയും അടക്കമുള്ള ഓഹരികൾ നല്ല നേട്ടത്തിലാണ്. അപ്പോൾ ആ IT മേഖലകൾ താഴെ പോകും എന്ന അത് മാറിയിട്ട് ഇപ്പോൾ IT മേഖലകൾ തിളങ്ങുന്നു, ആ ഓഹരികൾ തിളങ്ങുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവട് പിടിച്ച് വിപണിക്ക് നേട്ടമുണ്ടാകുന്നു. ഏഷ്യൻ വിപണികൾ ഇന്ന് വലിയ നേട്ടത്തിലാണ്. അത് ജപ്പാനിലെ ആണെങ്കിലും ചൈനയിലെ ആണെങ്കിലും ഹോങ്കോങ്ങിലെ ആണെങ്കിലും ഒക്കെ വിപണികൾ ഇന്ന് നേട്ടത്തിലാണ്. വിദേശ നിക്ഷേപകർ ഇന്ത്യയെ വളരെ ആകർഷകമായ ഒരിടമായി കാണുന്നു. 3,800 കോടിയുടെ നിക്ഷേപമാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് പുതുവർഷത്തിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നടത്തിയത്. ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നു. ചെങ്കടലിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ക്രൂഡ് ഓയിൽ വില, ബ്രെന്റ് ക്രൂഡ് ബാരലിന് $77 എന്ന നിലയിൽ നിൽക്കുന്നു. ഡോളറിനെതിരെ രൂപ കരുത്താർജിക്കുന്നു. നമ്മൾ രൂപയുടെ വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 82 രൂപ 82 പൈസ, 12 പൈസ നേട്ടത്തിലാണ് രൂപ വ്യാപാരം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഡോളറിനെതിരെ കരുത്തുള്ള ഒരു കറൻസിയായി രൂപ മാറുന്നു. മാത്രവുമല്ല, ഒടുവിലായി നമ്മുടെ ചില്ലറ വിൽപ്പന വിലക്കയറ്റ ഡേറ്റ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച. അത് 5.69% അപ്പോഴും റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു ലിമിറ്റിൽ 2 മുതൽ 6% എന്നുള്ള ലിമിറ്റിൽ നിൽക്കുന്നതും വിപണിക്ക് തുണയായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു റാലി കുറച്ചുനാൾ തുടരുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. വേണു. ക്രിസ്റ്റീന ചെറിയാനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.